ആൻ ഇംഗ്ലീഷ് മാൻ ഈവൻ ഇഫ് ഹീ ഈസ് എലോൺ ഫോംസ് ആൻ ഓർഡർലി ക്യൂ ഓഫ് വൺ. ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ടിരിക്കും. അത് ബ്രിട്ടീഷുകാരുടെ അച്ചടക്കബോധത്തെക്കുറിച്ചും കൃത്യനിഷ്ഠയെക്കുറിച്ചുമുള്ള ഒരു പ്രസ്താവനയാണ്. അതുപോലെ തന്നെ പ്രസിദ്ധമാണ് ബ്രിട്ടീഷുകാരുടെ സ്വാഭിമാനവും. തങ്ങളുടേതായിട്ടുള്ള എന്തും ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവുമാണ് എന്നതാണ് പൊതുവെ ബ്രിട്ടീഷുകാരുടെ മനോഭാവം. അത് തങ്ങളുടെ രാജ്യത്തെക്കുറിച്ചാകാം, സംസ്കാരത്തെക്കുറിച്ചാകാം, ഭാഷയെക്കുറിച്ചാകാം, വേഷവിധാനത്തെക്കുറിച്ചാകാം, തൊലിയുടെ നിറത്തെക്കുറിച്ചാകാം, അങ്ങനെ എന്തിനെക്കുറിച്ചുമാകാം. ഇതേ സ്വാഭിമാനം അവർക്ക് അവരുടെ നിയമവ്യവസ്ഥയെക്കുറിച്ചും നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുമുണ്ട്. മനുഷ്യാവകാശങ്ങളുടെയും ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന പവിത്രമായ നിയമസങ്കല്പത്തിൻ്റെയും ആദ്യത്തെ ലിഖിതരേഖയായ മാഗ്ന കാർട്ടയുടെ ജന്മഭൂമി, കോമൺ ലോ സിസ്റ്റം എന്ന നിയമവ്യവസ്ഥയുടെ ജന്മഭൂമി, ലിഖിതമായ ഒരു ഭരണഘടന ഇല്ലെങ്കിലും ഏറ്റവും ഭംഗിയായി ഒരു ജനാധിപത്യ വ്യവസ്ഥിതി ഭംഗിയായി നിലനിൽക്കുന്ന കൊണ്ടുപോകുന്ന ഒരു രാജ്യം. ഇങ്ങനെ ബ്രിട്ടീഷുകാർക്ക് തങ്ങളുടെ നിയമവ്യവസ്ഥയെക്കുറിച്ചും നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുമൊക്കെ ഊറ്റം കൊള്ളുവാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ എപ്പോഴാണോ ഒരു ബ്രിട്ടീഷുകാരൻ്റെ താല്പര്യം, ഇൻട്രസ്റ്റ്, ഒരു വിദേശീയൻ്റെ ഇൻട്രസ്റ്റുമായി നേർക്കുനേർ വരുന്നത്, ക്ലാഷിൽ വരുന്നത്, അപ്പോൾ മാത്രമേ ബ്രിട്ടീഷുകാരൻ്റെ ഹിപ്പോക്രസി മറ്റുള്ളവർക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ മാത്രമേ അവരുടെ നീതിന്യായ വ്യവസ്ഥയുടെയും നിയമവ്യവസ്ഥയുടെയും ഒക്കെ പൊള്ളത്തരം മറ്റുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ ഒരു നിയമയുദ്ധത്തിൻ്റെ കഥയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. ആ യുദ്ധത്തിൻ്റെ, ആ ലീഗൽ ബാറ്റിലിൻ്റെ ഒരു സൈഡിൽ ഒരു ബ്രിട്ടീഷ് ബ്യൂറോക്രാറ്റ്, മറു സൈഡിൽ വളരെ പരിണിതപ്രജ്ഞനായ ഒരു ഇന്ത്യൻ നിയമജ്ഞനും രാജ്യതന്ത്രജ്ഞനും. വെൽക്കം ടു ദ ഫസ്റ്റ് എഡിഷൻ ഓഫ് യുവർ കോളം കോർട്ട് റൂം എക്സെപ്ഷൻസ്, അഥവാ വേറിട്ട കോടതി കാഴ്ചകൾ. ലണ്ടനിലെ വിഖ്യാതമായ നാഷണൽ പോർട്രേറ്റ് ഗാലറിയിൽ എത്ര മലയാളികളുടെ ഛായാചിത്രം വച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, ഒരു മലയാളിയുടെ ഛായാചിത്രം NBGയുടെ ഭിത്തികൾ അലങ്കരിക്കുന്നുണ്ട്. അത് പാലക്കാട്ടെ നിളാനദി തീരത്തുള്ള മങ്കര എന്ന ഗ്രാമത്തിൽ ജനിച്ച് പിൽക്കാലത്ത് ഒരു വിശ്വപൗരൻ്റെ ഔന്നത്യത്തോളം എത്തിയ ഒരു മലയാളിയുടേതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നിട്ടുള്ള ഒരേ ഒരു മലയാളിയുടെ, പിൽക്കാലത്ത് കോൺഗ്രസ്സുകാർ സൗകര്യപൂർവ്വം വിസ്മരിക്കുകയും പാർശ്വവൽക്കരിക്കുകയും ചെയ്ത ഒരു മലയാളിയുടെ, ചരിത്ര പുസ്തകങ്ങളിലൊന്നും നമ്മെ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു നാമധേയധാരിയുടെ, രാഷ്ട്രീയക്കാരുടെ നന്ദികേടിൻ്റെ പ്രതീകമായി ചരിത്രത്തിൽ, ഇന്ത്യ ചരിത്രത്തിൽ തനിക്ക് അർഹിക്കുന്ന സ്ഥാനം ലഭിക്കാതെ പോയ ഒരു മലയാളിയുടെ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു ഇന്ത്യക്കാരന് എത്തിച്ചേരാവുന്ന ഏറ്റവും വലിയ പദവിയിലെത്തിയ മലയാളിയുടെ, അതായത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം വരെയായ ഒരു മലയാളിയുടെ, ആ പദവിയിൽ ഇരിക്കുമ്പോൾ ധൈര്യപൂർവ്വം ഇന്ത്യക്കാർക്ക് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ ഡിസെൻഡിങ് നോട്ട് എഴുതിയ മലയാളിയുടെ, ഇന്ത്യക്കാർക്ക് വേണ്ടി ഘോരഘോരം ബാധിച്ചിട്ടുള്ള മലയാളിയുടെ, ഏറ്റവും ഒടുവിൽ ഒരു അധികാരത്തിമിരം ബാധിച്ച ഒരു ബ്രിട്ടീഷ് ബ്യൂറോക്രാറ്റ് ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ ബയസ്ഡ് ആയിട്ടുള്ള ഒരു ജഡ്ജിയും ജൂറിയും കോടതി നടപടികളും കാരണം കേസിൽ പരാജയപ്പെട്ട് കോടതി മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്ന മലയാളിയുടെ, അപ്പോഴും തൻ്റെ അഭിമാനം പണയം വയ്ക്കാത്ത മലയാളിയുടെ. അതെ, ഞാൻ പറയാൻ പോകുന്നത് സർ ചേറ്റു ശങ്കരൻ നായരുടെ കഥയാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു നിയമയുദ്ധത്തിൻ്റെ കഥ. ഇന്ത്യ സൂര്യനസ്തമിക്കാത്ത മഹാസാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന കാലം. ഇന്ത്യക്കാരനെന്ന സ്വത്വബോധത്തിൻ്റെയും അവൻ്റെ സ്വാതന്ത്ര്യ വാഞ്ചയുടെയും വിത്തുകൾ അടിമത്തത്തിൻ്റെ ഊഷരഭൂമിയിൽ അങ്ങിങ്ങായി പൊട്ടിമുളയ്ക്കുവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഖുദിറാം ബോസിനെ പോലെയുള്ള യുവവിപ്ലവകാരികളോ, ബാലഗംഗാധര തിലകനെ പോലെയുള്ള തീവ്ര ദേശീയവാദികളോ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ പോലെയുള്ള അഹിംസാവാദിയായ ജനനേതാക്കളോ ഇന്ത്യക്കാരൻ്റെ ദേശീയ ബോധത്തെ തൊട്ടുണർത്തിയിട്ടില്ലാത്ത കാലം. ഞാൻ നിങ്ങളെ 125 വർഷം പിന്നിലോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വർഷം 1897. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായിട്ട് 12 വർഷങ്ങൾ കഴിയുന്നതേയുള്ളൂ. ആ വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രൊവിൻഷ്യൽ കോൺഫറൻസ് മദ്രാസിൽ വെച്ച് നടക്കുകയാണ്. ചേറ്റു ശങ്കരൻ നായരായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അതേ വർഷം, അതായത് 1897 ജൂലൈയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 13ാം വാർഷിക സമ്മേളനം ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെയും അധ്യക്ഷൻ ചേറ്റു ശങ്കരൻ നായർ തന്നെയായിരുന്നു.
അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ബ്രിട്ടന്റെ വിദേശ നയത്തിനെതിരെ അവർക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അങ്ങേയറ്റം വിമർശന ബുദ്ധിയ ദൃഢമായ സ്വരത്തിൽ ഒരു ശബ്ദം ഉയർന്നു കേട്ടു. അത് അധ്യക്ഷനായിരുന്ന ചേറ്റു ശങ്കരൻ നായരുടേതായിരുന്നു. അക്കാലത്ത് തങ്ങളുടെ കോളനി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാനായി, തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ അതിർത്തി വികസിപ്പിക്കുവാനായി, ബ്രിട്ടൻ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ കീഴടക്കുവാനായി യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിനായി ബലിയാടാകുന്നത് ഇന്ത്യക്കാരുടെ ജീവനായിരുന്നു. അതിനായി ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ സമ്പത്തായിരുന്നു. ഇന്ത്യയുടെ ഖജനാവ് കാലിയായിക്കൊണ്ടേയിരുന്നു. അത് അനുവദിക്കുവാൻ പറ്റില്ല. 1878 രണ്ടാം അഫ്ഗാൻ വാർ, 1882 ഈജിപ്തിലേക്കുള്ള ബ്രിട്ടന്റെ കടന്നുകയറ്റം, 1885 ബർമയുടെ കീഴടക്കൽ, അതിനുശേഷം നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിൽ റഷ്യയുടെ അഗ്രഷൻ തടയുവാനെന്ന വ്യാജേന ഗോത്രവർഗക്കാരുമായി തുടർച്ചയായി ബ്രിട്ടൻ നടത്തിയ യുദ്ധം, ഇതിലെല്ലാം ഇന്ത്യയുടെ ഖജനാവിന് കനത്ത നഷ്ടം നേരിട്ടു. അനേകം ഇന്ത്യക്കാരുടെ ജീവനും നഷ്ടപ്പെട്ടു. ഇനി ഇത് അനുവദിക്കാൻ പറ്റില്ല. ഇനിമേൽ ഇന്ത്യക്കാർ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കുവാനുള്ള യുദ്ധങ്ങളിൽ മാത്രമേ ഏർപ്പെടുവാൻ പാടുള്ളൂ. ഇനി മുതൽ അങ്ങനെ എന്തെങ്കിലും യുദ്ധങ്ങളിൽ ഏർപ്പെടണമെങ്കിൽ അത് ബ്രിട്ടീഷ് പാർലമെന്റിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. അതിനുള്ള ചിലവിനെക്കുറിച്ച് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഇന്ത്യക്ക് ഒബ്ജക്ഷൻ ഉയർത്തുവാൻ പറ്റണം. അല്ലാതെ ഇന്ത്യക്ക് അക്രമങ്ങളുടെ നയങ്ങളോട് താല്പര്യമില്ല എന്ന് വളരെ കൃത്യമായി ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷൻ പ്രഖ്യാപിക്കുന്നു. ഈ പ്രസംഗത്തെക്കുറിച്ച് ഇന്ത്യയുടെ മഹാനായ ചരിത്രകാരൻ ഡോക്ടർ ബിപിൻ ചന്ദ്ര തൻ്റെ വിഖ്യാതമായ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിൽ പറയുന്നത് അങ്ങേയറ്റം കാലാനുസൃതമായ ശ്രദ്ധേയമായ പ്രസംഗം എന്നായിരുന്നു. ലഹളയുടെ വർഷം, അതായത് ബ്രിട്ടീഷുകാർ സിപ്പോയ് ലഹള എന്നും ഇന്ത്യക്കാർ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നും വിശേഷിപ്പിക്കുന്ന ലഹളയുടെ വർഷമായ 1857 ശങ്കരൻ നായരുടെ ജനനം. പാലക്കാട്ടെ മങ്കര എന്ന ഗ്രാമത്തിൽ, ചേറ്റൂർ തറവാട്ടിൽ. സ്കൂൾ വിദ്യാഭ്യാസം സ്വന്തം നാട്ടിൽ കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസം അദ്ദേഹം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം മദ്രാസ് ലോ കോളേജിൽ നിന്ന് സ്തുത്യർഹമാം വിധം നിയമബിരുദം കരസ്ഥമാക്കി മദ്രാസ് ഹൈക്കോടതിയിൽ 1880 അദ്ദേഹം പ്രാക്ടീസ് ആരംഭിച്ചു. അക്കാലത്ത് മദ്രാസ് ഹൈക്കോടതി ബാർ തമിഴ് ബ്രാഹ്മണർ അടക്കി ഭരിക്കുന്ന കാലമാണ്. വെമ്പാക്കം ഭാഷ്യമയ്യങ്കാർ, എസ് സുബ്രഹ്മണ്യ അയ്യർ, സർ സി പിയുടെ പിതാവായിരുന്ന CR പട്ടാഭിരാം അയ്യർ, പാർത്ഥസാരഥി അയ്യങ്കാർ തുടങ്ങിയ പ്രഗത്ഭ അഭിഭാഷകരുടെ കുത്തകയായിരുന്നു അക്കാലത്ത് മദ്രാസ് ഹൈക്കോടതി ബാർ. അവരെ കൂടാതെ ബാറിൽ മുൻകൈ ഉണ്ടായിരുന്നത് ഇംഗ്ലീഷ് ബാരിസ്റ്റേഴ്സിനായിരുന്നു. ഏർലി നോർട്ടൺ, ആർണോൾഡ് വൈറ്റ്, സ്പ്രിംഗ് ബ്രോൺസൺ തുടങ്ങിയ ഇംഗ്ലീഷ് ബാരിസ്റ്റേഴ്സ്. അവരുടെ ഇടയിലേക്കാണ് ചേറ്റു ശങ്കരൻ നായർ ചെന്നെത്തുന്നത്. പക്ഷേ തീക്ഷണ ബുദ്ധിശാലിയും പരന്ന വായനയും വിശാലമായ ലോകവീക്ഷണവും ഉണ്ടായിരുന്ന നായർക്ക് ഒന്നാം നിരയിൽ എത്തുവാൻ വലിയ കാലതാമസമൊന്നും ഉണ്ടായില്ല. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രഗത്ഭരായ അഭിഭാഷകർക്ക് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന അഭിഭാഷകനായി ശങ്കരൻ നായർ മാറി. മദ്രാസിലെ എണ്ണപ്പെട്ട അഭിഭാഷകരിൽ ഒരാളായി അദ്ദേഹം അറിയപ്പെട്ടു. ഈ മേൽപ്പറഞ്ഞ പ്രഗത്ഭ അഭിഭാഷകരിൽ നിന്നും ശങ്കരൻ നായരെ വ്യത്യസ്തനാക്കി നിർത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ വിശാലമായ ലോകവീക്ഷണവും ജീവിത വീക്ഷണവുമായിരുന്നു. അദ്ദേഹം പ്രൊഫഷണൽ പ്രാക്ടീസ് കൂടാതെ ഒട്ടനവധി സോഷ്യൽ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. പലതിനും നേതൃത്വം കൊടുത്തിരുന്നു, പ്രത്യേകിച്ച് മനുഷ്യസ്നേഹപരവും മനുഷ്യസേവനപരവുമായ കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് ബ്രിട്ടീഷ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പല ലോ റിഫോംസ് കമ്മീഷനിലും ഗവൺമെൻറ് അദ്ദേഹത്തെ അംഗമാക്കി പലതിൻ്റെയും ഹെഡാക്കി നിയമിച്ചു. 1904 ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് കമ്പാനിയൻ ഓഫ് ഇന്ത്യൻ എംപയർ സ്ഥാനം നൽകി ആദരിച്ചു. 1906 മുതൽ 1908 വരെ അദ്ദേഹം മദ്രാസിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു. 1908 മുതൽ 15 വരെ അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയിൽ ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചു. അതിനിടയ്ക്ക് 1912 ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തിന് നൈറ്റ്ഹുഡ് നൽകി ആദരിക്കുകയുണ്ടായി, അതായത് സർ ബഹുമതി. നമ്മുടെ ഈ കഥയിലെ നായകൻ സർ ചേറ്റൂർ ശങ്കരൻ നായർ ആണെങ്കിൽ ഇതിലെ പ്രതിനായകൻ മൈക്കൽ ഫ്രാൻസിസ് ഓഡ്വയർ എന്ന ബ്രിട്ടീഷ് ബ്യൂറോക്രാറ്റാണ്. അദ്ദേഹം പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്നു. 1912 മൈക്കൽ ഓഡ്വയർ പഞ്ചാബിന്റെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനാകുന്നത്. സർ ചേറ്റൂർ ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായി നിയമിതനാകുന്നത് 1915. അന്ന്
ലോർഡ് ഹാർഡിംഗ് ആയിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി. എഡ്യൂക്കേഷൻ, ലാൻഡ്, ഹെൽത്ത്, ഈ 3 പോർട്ട്ഫോളിയോയുടെ ചുമതലയായിരുന്നു ചേറ്റു ശങ്കരൻ നായർക്ക് ഉണ്ടായിരുന്നത്. ലോർഡ് ഹാർഡിംഗ് ഒരു ജെന്റിൽമാൻ വൈസ്രോയി ആയിരുന്നു. ഇന്ത്യയുടെ ദേശീയ നേതാക്കളുമായി വളരെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന, വളരെ പോസിറ്റീവായി അറിയപ്പെട്ടിരുന്ന, എന്ത് പ്രശ്നങ്ങളും ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വൈസ്രോയി. സർ ചേറ്റു ശങ്കരൻ നായരെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ബ്രിട്ടീഷ് സർക്കാർ പരിഗണിക്കുവാനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ എക്സലൻസ് മാത്രമായിരുന്നില്ല. അതിനുപരി അദ്ദേഹത്തിന്റെ വിശാലമായ ലോകവീക്ഷണവും ഇന്റഗ്രിറ്റിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ലോർഡ് ഹാർഡിങ്ങിന് ചേറ്റു ശങ്കരൻ നായരുടെ മേൽ ഉറച്ച വിശ്വാസവും ഉണ്ടായിരുന്നു. ഇനി ഏത് ഇഷ്യൂവും ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കുവാൻ ലോർഡ് ഹാർഡിങ് ചേറ്റു ശങ്കരൻ നായരെയാണ് റിലേ ചെയ്തിരുന്നത്, ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത്. ലോർഡ് ഹാർഡിങ്ങിന്റെ പല പ്രസംഗങ്ങളും തയ്യാറാക്കിയിരുന്നത് ചേറ്റു ശങ്കരൻ നായരായിരുന്നു. അത്ര കണ്ട് വൈസ്രോയിക്ക് അദ്ദേഹത്തിന് മേൽ വിശ്വാസം ഉണ്ടായിരുന്നു. 1850 പഞ്ചാബിൽ പൂർണ്ണ അധീശത്വം സ്ഥാപിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ അവിടെ പല പുതിയ ഭൂനിയമങ്ങളും റവന്യൂ റിക്കവറി റൂൾസും ടാക്സേഷൻ റൂൾസും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് പൊതുവെ പഞ്ചാബിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി. സാധാരണക്കാരും കർഷകരും കച്ചവടക്കാരും ഭൂവുടമകളും ഒക്കെ സർക്കാരിനെതിരെ തിരിഞ്ഞു. അതിനൊപ്പം പഞ്ചാബിൽ ദേശീയ വികാരവും വർദ്ധിച്ചു വരികയായിരുന്നു. ഇതിനെല്ലാത്തിനുമുപരി പഞ്ചാബിൽ റവല്യൂഷണറി ആക്ടിവിറ്റീസും വർദ്ധിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1909 വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സണ് നേരെ ഒരു വധശ്രമം ഉണ്ടാകുന്നത്. അത് സർക്കാരിനെ ജാഗരൂകരാക്കി. പഞ്ചാബിലെ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കുവാനും പഞ്ചാബിലെ പ്രശ്നങ്ങൾ ഇഫക്റ്റീവായി കൺട്രോൾ ചെയ്യുവാനും അവർക്ക് കഴിവുള്ള ഉരുക്കുമുഷ്ടി ഉപയോഗിക്കുവാൻ കെൽപ്പുള്ള ഒരു ലഫ്റ്റനന്റ് ഗവർണർ ആവശ്യമായിരുന്നു. അതിന് അവർ കണ്ടെത്തിയ ഉദ്യോഗസ്ഥനായിരുന്നു ICSകാരനായ മൈക്കൽ ഫ്രാൻസിസ് ഓഡ്വയർ. അയാൾ ഒരു ഐറിഷ് വംശജനായിരുന്നു, ഒരു കടുത്ത ഇന്ത്യ വിരോധി. എല്ലാ അർത്ഥത്തിലും ബ്രിട്ടീഷുകാരുടെ തൻപ്രമാദിത്വത്തിന്റെ പ്രതീകമായിരുന്നു മൈക്കൽ ഓഡ്വയർ. ബ്രിട്ടീഷുകാർ ലോകം ഭരിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് വളരെ ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു വള്ളക്കാരൻ. അതേപോലെ തന്നെ ഇന്ത്യക്കാർ ഒരിക്കലും ലോകാവസാനമായാലും ഒരിക്കലും സ്വയംഭരണത്തിന് പ്രാപ്തരാകില്ല എന്ന് ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു മൈക്കൽ ഓഡ്വയർ. 1912-13 അധികാരം ഏറ്റെടുത്തതിന് ശേഷം മൈക്കൽ ഓഡ്വയർ പഞ്ചാബിനെ അക്ഷരാർത്ഥത്തിൽ ഉരുക്കുമുഷ്ടി കൊണ്ട് തന്നെ ഭരിക്കുകയായിരുന്നു. പോലീസിനെ കൊണ്ട് അയാൾ ജനങ്ങളെ തല്ലിച്ചതച്ചു. 100 കണക്കിന് ദേശീയവാദികളെ അയാൾ ജയിലിലാക്കി. പത്രസ്വാതന്ത്ര്യം ഏകദേശം പൂർണ്ണമായി അയാളുടെ നിയന്ത്രണത്തിലാക്കി. ഈവൻ കോടതി പ്രൊസീഡിങ്സ് വരെ അയാൾ ഹൈജാക്ക് ചെയ്യുമായിരുന്നു അത്രേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1914 ഒന്നാം ലോക മഹായുദ്ധം വരുന്നത്. അതോടുകൂടി പഞ്ചാബും ദാരിദ്ര്യത്തിന്റെ പിടിയിലായി. ജനങ്ങളുടെ ജീവിതം പൊറുതിമുട്ടി. അയാൾ ആ സമയത്ത് ബ്രിട്ടീഷ് ആർമിയിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് പഞ്ചാബിൽ നിന്ന് ബലം പ്രയോഗിച്ച് റിക്രൂട്ട് ചെയ്യിപ്പിച്ചത്. ഓർക്കുക, ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന്. അതിനായി അയാൾ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ഏറ്റവും ഹീനമായ മാർഗത്തിൽ തന്നെ പീഡിപ്പിക്കുകയുണ്ടായി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഈ റിക്രൂട്ട് ചെയ്തവരിൽ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെടുകയുണ്ടായി. അങ്ങനെ പഞ്ചാബ് അക്ഷരാർത്ഥത്തിൽ നരക ഭൂമിയായി മാറുകയായിരുന്നു. പഞ്ചാബ് ഇങ്ങനെ ഒരു സംഘർഷ ഭൂമിയായി പുകയുന്ന സമയത്താണ് ബ്രിട്ടീഷ് അധികാരികൾ രാജ്യത്ത് റൗലറ്റ് ആക്ട് എന്ന കരിനിയമം കൊണ്ടുവരുന്നത്. അതിനെതിരെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധമുയർന്നു. പഞ്ചാബിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. പഞ്ചാബിൽ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്ന 2 കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു. അവർ തങ്ങളുടെ അനുയായികളോട് അഹിംസാമാർഗം വെടിയരുതെന്ന് കൃത്യമായ മാർഗനിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ ഒന്നും ആരുടെയും കൺട്രോളിലല്ലായിരുന്നു. ലാഹോറിലും അമൃത്സറിലുമൊക്കെ വൻ പ്രതിഷേധമുയർന്നു. പോലീസ് ലാത്തിചാർജും വെടിവയ്പുമൊക്കെ റിസോർട്ട് ചെയ്തു. പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു. ഒടുവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി പോകുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ബ്രിട്ടീഷ് അധികാരികൾ ജലന്ധറിൽ നിന്ന് ബ്രിഗേഡിയർ ജനറൽ ഡയറിനെ അമൃത്സറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ജനറൽ ഡയർ അമൃത്സറിന്റെ ചാർജ് ഏറ്റെടുക്കുന്നു. ജനറൽ റെജിനാൾഡ് ഡയർ, അയാളും ലഫ്റ്റനന്റ് ഗവർണർ മൈക്കൽ ഓഡ്വയറിനെ പോലെ ഒരു ബ്രിട്ടീഷ് ഫെനാറ്റിക് തന്നെയായിരുന്നു.
അയാളും ലഫ്റ്റനന്റ് ഗവർണർ ഡയറിനെ പോലെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പട്ടാളക്കാരനായിരുന്നു. ജനറൽ മൈക്കൽ ഒ ഡയർ ഒരു സിവിൽ സർവൻ്റ് ആയിരുന്നുവെങ്കിൽ ജനറൽ റെജിനാൾഡ് ഡയർ ഒരു പട്ടാളക്കാരനായിരുന്നു. അയാളൊരു ബ്രിഗേഡിയർ ജനറലായിരുന്നു. അയാളുടെ ഒരു വലിയ ഡിഫക്റ്റ് അയാൾക്ക് വിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ. അത് അയാളിൽ വല്ലാത്തൊരു കോംപ്ലക്സ് എപ്പോഴും സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രൊവോക്കേഷനിൽ പോലും അയാൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുകയും വയലൻ്റായി ആക്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു അത്രേ. എന്തായാലും അയാൾ വളരെ ടഫായി എന്ത് അൺട്രസ്റ്റിനെയും വളരെ ക്രൂരമായി ഡീൽ ചെയ്യുന്ന ഒരു മനുഷ്യനായി, ഒരു ഓഫീസറായി പേരെടുത്ത ആളായതുകൊണ്ട് തന്നെ അയാളെ അമൃത്സറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. 13 ഏപ്രിൽ 1919 അന്ന് ഒരു ബൈശാഖിയായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ദിവസം. അതിനെക്കുറിച്ച് ഞാനിവിടെ വലിയ ഒരു വിവരണമൊന്നും തരുന്നില്ല. കാരണം നമുക്കെല്ലാം അതിനെക്കുറിച്ച് ഏകദേശം എല്ലാം അറിയാവുന്നതാണ്. ഏകദേശം അല്ലെങ്കിൽ അത് 1000-ൽ കൂടുതൽ ആൾക്കാർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. ഏകദേശം 2000-ലേറെ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. രക്ഷപ്പെടുവാൻ പോലും ആൾക്കാരെ സമ്മതിക്കാതെ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും എല്ലാം ബ്രിഗേഡിയർ ജനറൽ റെജിനാൾഡ് ഡയറിൻ്റെ പട്ടാളക്കാർ വെടിവെച്ചു കൊന്നു. മതിൽ ചാടി പോകാൻ പോകുന്നവർ പോലും അയാൾ വെടിവെച്ചിട്ടു. അങ്ങനെ ജാലിയൻ വാലാബാഗ് മൈതാനം ശവശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞു. എന്തായാലും മൈക്കൽ ഒ ഡയർ, ലഫ്റ്റനന്റ് ഗവർണർ മൈക്കൽ ഒ ഡയർ അതിനുള്ള നേരത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തിരുന്നത് കൊണ്ട് ഈ വാർത്ത കുറച്ച് ദിവസങ്ങളോളം പുറം ലോകം അറിഞ്ഞില്ല. ആ ദിവസങ്ങളിലും പല ഭാഗത്തും റെജിനാൾഡ് ഡയറിൻ്റെ, അതായത് ബ്രിഗേഡിയർ ജനറൽ റെജിനാൾഡ് ഡയറിൻ്റെ പട്ടാളം അക്രമം അഴിച്ചുവിട്ടു. ചില സ്ഥലങ്ങളിൽ ഈവൻ ബോംബ് വർഷിക്കുക വരെ ഉണ്ടായി. അതിലും കുറേ പേർ മരിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിലും പലയിടത്തും ജനങ്ങൾക്ക് ജീവഹാനി നേരിട്ടു. അറസ്റ്റ് ചെയ്തവരോട് ഏറ്റവും മൃഗീയമായ രീതിയിൽ, ഏറ്റവും പൈശാചികമായ രീതിയിലാണ് റെജിനാൾഡ് ഡയറിൻ്റെ പട്ടാളം പെരുമാറിയത്. മുട്ടിലിഴയിപ്പിക്കുക, മരത്തിൽ കെട്ടിയിട്ട് ചൂരലിനും ചാട്ടയ്ക്കും അടിക്കുക, യൂണിയൻ ജാക്ക്, അതായത് ബ്രിട്ടൻ്റെ ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്യിപ്പിക്കുക, ഇങ്ങനെയുള്ള ഭീകരമായ മർദ്ദനമുറകളെല്ലാം അവർ അഡോപ്റ്റ് ചെയ്തു. ബ്രിട്ടീഷ് അധികാരികൾ എത്ര കണ്ട് ശ്രമിച്ചെങ്കിലും പഞ്ചാബ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്ത പുറം ലോകം ദിവസങ്ങൾക്കകം അറിഞ്ഞു തുടങ്ങി. വാർത്ത സർ ചേറ്റു ശങ്കരൻ നായരുടെ ചെവിയിലും എത്തി. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഷോക്കിംഗ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുവാൻ പറ്റും ഒരു രാജ്യത്ത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം. ഒരു സിവിലിയൻ ഓഫീസറും, അതായത് ഒരു ലഫ്റ്റനന്റ് ഗവർണറും ഒരു പട്ടാള ഉദ്യോഗസ്ഥനും വിചാരിച്ചാൽ ഇത്രത്തോളം സിവിലിയൻസിനെ കൊന്നൊടുക്കുവാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കുവാൻ കൊള്ളില്ല എന്നാണ് അദ്ദേഹം പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതുന്നത്. എന്തായാലും മനമെടുത്ത് അദ്ദേഹം രാജിവെക്കുവാൻ ഒരുങ്ങുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു. അതിനുള്ള കാരണം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി വാദിക്കുവാൻ ശങ്കരൻ നായരെ പോലുള്ള ഒരാൾ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തൽക്കാലം അദ്ദേഹം പിന്മാറി. പക്ഷേ അതിൽ അദ്ദേഹം തുടരുവാൻ അദ്ദേഹത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഷോക്കിംഗ് ആയി തോന്നിയത് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് വൈസ്രോയി ആയിരുന്ന ലോർഡ് ചെംസ്ഫോർഡിൻ്റെ അറിവോടും മൗന സമൂഹത്തോടും കൂടിയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം അധികം താമസിയാതെ ജൂലൈ 23-ന് രാജി സമർപ്പിച്ചു. അങ്ങനെ അദ്ദേഹം വൈസ്രോയീസ് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും പുറത്തേക്ക് പോയി. ശങ്കരൻ നായരുടെ രാജിക്കത്ത് കിട്ടി ദിവസങ്ങൾക്കകം വൈസ്രോയി ലോർഡ് ചെംസ്ഫോർഡ് അദ്ദേഹത്തെ രാജിക്കാര്യം സംസാരിക്കുവാനായി വിളിപ്പിക്കുന്നു. ശങ്കരൻ നായർ വൈസ്രേഗൽ ലോഡ്ജിലെത്തുന്നു. വൈസ്രോയുടെ റൂമിൽ അവർ സംസാരിക്കുവാനിരിക്കുന്നു. വളരെ പൊളൈറ്റായിട്ട് തന്നെ ലോർഡ് ചെംസ്ഫോർഡ് അദ്ദേഹത്തിനോട് ആദ്യം ഖേദം പ്രകടിപ്പിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്നു ആരെയെങ്കിലും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ നിർദ്ദേശിക്കാമോ എന്ന്. വളരെ കൂളായി, ശാന്തനായി ശങ്കരൻ നായർ വൈസ്രോയുടെ ചേംബറിൻ്റെ വാതിലിന് മുന്നിൽ നിന്ന പ്യൂണിനെ ചൂണ്ടിക്കാട്ടി, അതായത് തലപ്പാവും വേഷവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന, വേഷവിധാനങ്ങളോടെ നിൽക്കുന്ന പ്യൂണിനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുന്നു, ദോ നിൽക്കുന്ന രാംപ്രസാദ്, ഹി വിൽ ബി എ സ്യൂട്ടബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നു. അതായത് ഇദ്ദേഹം ആയിരിക്കും അടുത്ത എൻ്റെ പിൻഗാമി എന്ന്. ലോർഡ് ചെംസ്ഫോർഡ് ഞെട്ടിപ്പോയി. അദ്ദേഹം കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, ശങ്കരൻ നായർ പറഞ്ഞു, അതിനെന്താണ്, ദിർ ഇസ് നോ പ്രോബ്ലം. അദ്ദേഹം രാംപ്രസാദിന് നന്നായി വേഷം കെട്ടാൻ അറിയാം. അയാൾ ടോളാണ്, ഹാൻഡ്സമാണ്. അയാൾക്ക് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായിരിക്കുവാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട് എന്ന് പരിഹാസരൂപേണ പറഞ്ഞിട്ട് വളരെ വാമായിട്ടുള്ള, വളരെ ദൃഢമായിട്ടുള്ള ഒരു ഷേക്ക് ഹാൻഡും കൊടുത്തിട്ട് അദ്ദേഹം ചേറ്റു ശങ്കരൻ നായർ വൈസ്രേഗൽ പാലസ് വിട്ടു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും പഞ്ചാബ് അട്രോസിറ്റീസിനെ കുറിച്ചും അന്വേഷിക്കുവാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹണ്ടർ കമ്മീഷനെ, 8-അംഗ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഹണ്ടർ കമ്മീഷൻ പല സ്ഥലങ്ങളിലായി തെളിവെടുക്കുന്നു. ഇതിനിടയ്ക്ക് സർ ശങ്കരൻ നായർ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിരുന്ന
സർ മൊണ്ടേഗുവിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു പാർലമെൻ്ററി കമ്മിറ്റിക്ക് തെളിവ് കൊടുക്കുവാനായി ഇംഗ്ലണ്ടിലേക്ക് പോകാൻ തയ്യാറാകുന്നു. പക്ഷേ വൈസ്രോയി ആയിരുന്ന ലോർഡ് ചെംസ്ഫോർഡ് അദ്ദേഹത്തിന് അതിനുള്ള ട്രാവലിംഗ് അലവൻസോ ഒന്നും കൊടുക്കുവാൻ വിസമ്മതിച്ചു. പക്ഷേ അതൊന്നും സർ നായരെ പിന്തിരിപ്പിച്ചില്ല. സ്വന്തം കയ്യിൽ നിന്ന് ചിലവ് മുടക്കി അദ്ദേഹം ഇംഗ്ലണ്ടിലെത്തുന്നു. ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ ഇംഗ്ലണ്ടിലെത്തി കുറച്ച് ദിവസങ്ങൾക്കകം അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് ബ്രിഗേഡിയർ ജനറൽ റിജിനാൾഡ് ഡയർ അണ്ടർ കമ്മീഷന് മുമ്പേ തെളിവ് കൊടുത്തു. ആ തെളിവ് കൊടുക്കുന്ന സമയത്ത് റിജിനാൾഡ് ഡയർ വളരെ പ്രൈഡോട് കൂടിയായിട്ടാണ് തൻ്റെ കൂട്ടക്കൊലയെ ന്യായീകരിച്ചത്. റിജിനാൾഡ് ഡയർ കമ്മീഷന് മുമ്പ് പറയുന്നത്, ഞാൻ മനഃപൂർവ്വം തന്നെ ഇത് ചെയ്തതാണ്, ഇത് പ്രീ പ്ലാൻഡ് ആയിരുന്നു, ഞാനിത് വളരെ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതാണ്, എനിക്ക് കുറച്ചുകൂടെ മെഷീൻ ഗൺസും ആർമേഡ് വെഹിക്കിൾസും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കൂടുതൽ പേരെ കൊല്ലുമായിരുന്നു. അതുപോലെ വെടിവെച്ചിട്ട് മുറിവേറ്റ് വീണ ആൾക്കാരെ ഞാൻ അവിടെ മനഃപൂർവ്വം ഉപേക്ഷിച്ച് പോയതാണ്, അവരവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവരെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അത്രയും വളരെ എന്താ പറയുക ഒഡേഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് റിജിനാൾഡ് ഡയർ കമ്മീഷന് മുമ്പിൽ കൊടുത്തത്. ഈ റിപ്പോർട്ട് ഇതിനെക്കുറിച്ച് സർ ശങ്കരൻ നായർ അറിയുന്നു. അദ്ദേഹം ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ ഗസറ്റ് എന്ന പത്രത്തിൻ്റെ എഡിറ്ററിന് ഇതിനെക്കുറിച്ചുള്ള വിവരം കൊടുക്കുന്നു. വെസ്റ്റ്മിൻസ്റ്റർ ഗസറ്റ് അടുത്ത ദിവസം ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. അത് ഇംഗ്ലണ്ടിലാകെ പറക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഷോക്കിംഗ് ആയിരുന്നു. എന്തായാലും പുറം ലോകത്ത് എസ്പെഷ്യലി ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് ജനതയ്ക്ക് അവരുടെ പട്ടാളക്കാർ ഇന്ത്യയിൽ ചെയ്ത ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് ശരിയായൊരു വിവരണം കിട്ടുവാൻ ആ നടപടി സഹായിച്ചു. എന്തായാലും 1922 കൂടി സർ ശങ്കരൻ നായർ ഇൻഡോർ നാട്ടുരാജ്യത്തിലെ ദിവാനായി ജോയിൻ ചെയ്തു. അദ്ദേഹം അവിടെ ദിവാനായി ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ആശയം തോന്നുന്നത്, ഒരു പുസ്തകം എഴുതുക തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച്. അവിടെ 2 കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉയർന്നു വന്നത്. ഒന്ന്, ആ സമയത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും അതിനോട് ചേർന്ന് ഖിലാഫത്ത് മൂവ്മെൻറ്റും അതിനെ തുടർന്ന് രാജ്യത്തുണ്ടായ കലാപങ്ങളും. 2, മൈക്കൽ ഓഡയറിൻ്റെ ശരിയായ ചിത്രം ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കണം. അതിനായി അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഗാന്ധി ആൻഡ് അനാർക്കി. അത് 1922 ആ പുസ്തകം പബ്ലിഷ് ചെയ്തു. ഗാന്ധി ആൻഡ് അനാർക്കി എന്ന പുസ്തകത്തിൽ പഞ്ചാബിലെ അതിക്രമങ്ങളെക്കുറിച്ച് വിവരിക്കുവാനായി ഒരു ചാപ്റ്റർ തന്നെ, ഒരു അധ്യായം തന്നെ സർ നായർ ഡിവോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഭാഗത്ത് അദ്ദേഹം കൺവേ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് പഞ്ചാബ് അട്രോസിറ്റീസ് നടന്നത് ലെഫ്റ്റനന്റ് ഗവർണറായിരുന്ന മൈക്കൽ ഓഡയറിൻ്റെ അറിവും സമ്മതത്തോടും കൂടി തന്നെയാണ്. അതിൽ മൈക്കൽ ഓഡയറിൻ്റെ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും, ആ ഭാഗത്ത് മൈക്കൽ ഓഡയറിൻ്റെ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും അത് വളരെ വ്യക്തമായി ധ്വനിപ്പിക്കുന്നത് മൈക്കൽ ഓഡയറിൻ്റെ അറിവും സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്നാണ്. മാത്രമല്ല, ഇത് ചെയ്തവർക്ക് ഒന്നും പറ്റാതെ രക്ഷപ്പെടുവാനും കഴിയുന്നു എന്ന ഒരു ധ്വനി അതിലുണ്ടായിരുന്നു. അതും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്തായാലും ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി ലണ്ടനിൽ മൈക്കൽ ഓഡയറിൻ്റെ കയ്യിൽ കിട്ടുന്നു. അയാൾ ഉടൻ തന്നെ ഒരു നോട്ടീസ് സർ നായർക്ക് അയക്കുന്നു. അതിൽ 3 കാര്യങ്ങളാണ് മൈക്കൽ ഓഡയർ ഡിമാൻഡ് ചെയ്തത്. എത്രയും പെട്ടെന്ന് ഈ പുസ്തകം വിഡ്രോ ചെയ്യുക, 1000 പൗണ്ട് ചാരിറ്റിക്ക് കൊടുക്കുക, ഒരു കോമ്പൻസേഷൻ പോലെ, ശങ്കരൻ നായർ മാപ്പ് പറയുക. ഈ 3 കാര്യങ്ങളും സർ നായർ റിജക്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന സ്റ്റാൻഡിൽ തന്നെയാണ് ശങ്കരൻ നായർ ഉറച്ചു നിന്നത്. അതുകൊണ്ട് ഈ 3 ആവശ്യങ്ങളും ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. അധികം വൈകാതെ മൈക്കൽ ഓഡയർ ഇംഗ്ലണ്ടിൽ കിങ്സ് കോർട്ടിൽ സർ നായർക്കെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കുന്നു. അതിൻ്റെ നോട്ടീസ് സർ നായർ ഇന്ത്യയിൽ കൈപ്പറ്റുന്നു. അതിനെ തുടർന്ന് നായർ കിങ്സ് കോർട്ടിൽ ഒരു അപേക്ഷ കൊടുക്കുന്നു. ഇന്ത്യയിലുള്ള വിറ്റ്നസസിനെ ഇന്ത്യയിൽ കമ്മീഷൻ മുഖാന്തരം തെളിവെടുക്കുവാൻ സമ്മതിക്കണം. കോടതി അത് അംഗീകരിക്കുന്നു. 2 സൈഡും മൈക്കൽ ഓഡയറും ശങ്കരൻ നായറും അതിനായി ഇന്ത്യയിൽ അഭിഭാഷകരെ അറേഞ്ച് ചെയ്യുന്നു. അവരുടെ വിറ്റ്നസസിനെ ഇവിടെ ചീഫ് എക്സാമിനേഷനും ക്രോസ് എക്സാമിനേഷനും റീ എക്സാമിനേഷനും ഒക്കെ ചെയ്യുന്നു. അവരുടെ വിറ്റ്നസസിൽ നിന്ന് തെളിവെടുക്കുന്നു. ഇവിടെ ഓർക്കേണ്ട സംഗതി, മൈക്കൽ ഓഡയറിൻ്റെ ഇന്ത്യയിലെ വിറ്റ്നസസ് എല്ലാം വളരെ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള, സമൂഹത്തിൽ വളരെ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അതായത് പഞ്ചാബിലെ അതിക്രമങ്ങളുടെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരാത്തവർ. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതിൽ നവാബുമാരുണ്ട്, വളരെ ഉയർന്ന തലത്തിൽ ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവരായിരുന്നു. നേരെ മറിച്ച് സർ ശങ്കരൻ നായരുടെ സാക്ഷികളിൽ അധിക ഭാഗവും സാധാരണക്കാരായിരുന്നു. അതിൽ ഹണ്ടർ കമ്മീഷനിലെ മെമ്പറായിരുന്ന സർ ചിമ്മൻലാൽ സതൽവാൾ ഉണ്ട്. പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റിലെ ഒരു ഹോം സെക്രട്ടറി ഉണ്ടായിരുന്നു, ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പർ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം പേരും പ്രൊഫസേഴ്സ്, ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, സ്കൂൾ ടീച്ചേഴ്സ്, ഇങ്ങനെയുള്ളവരായിരുന്നു.
അവരൊക്കെ തന്നെ അതിൽ നല്ല പങ്ക് ആൾക്കാരും ഈ ദുരന്തത്തിൻ്റെ തിക്തഫലങ്ങൾ ഏറ്റുവാങ്ങിയവരായിരുന്നു. എന്തായാലും ഇന്ത്യയിൽ എവിഡൻസ് കഴിഞ്ഞു. അതിനുശേഷം ഈ കേസിൻ്റെ അരങ്ങ് ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഏണസ്റ്റ് ചാൾസ് ആൻഡ് സർ ഹ്യൂ ഫേസർ എന്ന രണ്ട് ലീഡിംഗ് അഭിഭാഷകരെയാണ് മൈക്കൽ ഒഡയർ തനിക്ക് വേണ്ടി കിങ്സ് കോർട്ടിൽ എൻഗേജ് ചെയ്യുന്നത്. സർ നായർ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ അന്ന് ലണ്ടനിലുണ്ടായിരുന്ന ഏറ്റവും പ്രമുഖനായ ട്രയൽ ലോയർ പാട്രിക് ഹേസ്റ്റിങ്സ് എന്ന ട്രയൽ ലോയറിനെയാണ് സർ നായർ എൻഗേജ് ചെയ്യുന്നത്. പക്ഷേ ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ ദൗർഭാഗ്യം സർ നായരെ വേട്ടയാടുകയായിരുന്നു എന്ന് പറയാം. എൻഗേജ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്കകം, അതായത് കേസിൻ്റെ പ്രൊസീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ അറ്റോർണി ജനറലായി നിയമിതനാകുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സർ നായരുടെ കേസിൽ നിന്നും വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സർ നായർ അപ്പോയിൻ്റ് ചെയ്യുന്നത് അത്ര തന്നെ എമിനൻ്റായ മറ്റൊരു അഭിഭാഷകനാണ്, സർ ജോൺ സൈമൺ. അദ്ദേഹവും ഇംഗ്ലണ്ടിലെ ഏറ്റവും നല്ല ട്രയൽ ലോയേഴ്സിൽ ഒരാളായിരുന്നു. സർ ജോൺ സൈമൺ എൻഗേജ്മെൻ്റ് ഏറ്റെടുത്തു. പക്ഷേ അവിടെയും ദൗർഭാഗ്യം സർ നായരെ പിന്തുടരുകയായിരുന്നു. കേസ് തുടങ്ങുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് സർ നായറിന് ഒരു മെസ്സേജ് കിട്ടുന്നു. അതായത് സർ ജോൺ സൈമൺ പാരീസിലാണ്, അദ്ദേഹത്തിന് ഈ കേസിൽ അപ്പിയർ ചെയ്യാൻ പറ്റില്ല. സർ ജോൺ സൈമണിൻ്റെ പിന്മാറ്റം സർ ശങ്കരൻ നായരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സെറ്റ്ബാക്ക് ആയിരുന്നു. അതും കേസ് തുടങ്ങുന്നതിന് ഒരു ദിവസം മുൻപ്. മറ്റ് യാതൊരു മാർഗവുമില്ലാതെ സർ നായർ സർ വാൾട്ടർ സ്ക്വാബ് എന്ന മദ്രാസ് ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഇംഗ്ലീഷുകാരനെ തൻ്റെ അഭിഭാഷകനായി അപ്പോയിൻ്റ് ചെയ്യുന്നു. സർ വാൾട്ടർ സ്ക്വാബ് ആ അവസരം നന്നായി മുതലെടുത്തു. സർ ജോൺ സൈമണിൻ്റെ അതേ ഫീസ് തനിക്ക് തരാമെങ്കിൽ താൻ നായർക്ക് വേണ്ടി അപ്പിയർ ചെയ്യാം എന്നായിരുന്നു വാൾട്ടർ സ്ക്വാബിൻ്റെ ഡിമാൻഡ്. സർ നായർ അതിന് സമ്മതിച്ചു. അങ്ങനെ വാൾട്ടർ സ്ക്വാബിനെ തൻ്റെ അഭിഭാഷകനായി അപ്പോയിൻ്റ് ചെയ്തു. സർ വാൾട്ടർ സ്ക്വാബ് ഒരു മികച്ച ട്രയൽ ലോയർ ആയിരുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന് കേസ് പഠിക്കുവാനായി ഒട്ടും സമയവും കിട്ടിയിരുന്നില്ല. അങ്ങനെ ഒരു വളരെ ദൗർഭാഗ്യകരമായ ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു ആ കേസിന് നായരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. അതുകൂടാതെ മറ്റൊരു ഡ്രോബാക്ക്, സർ ശങ്കരൻ നായരുടെ സാക്ഷികളിൽ നല്ല പങ്കും ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു. അവരുടെ എവിഡൻസൊക്കെ ഇന്ത്യയിൽ കമ്മീഷൻ വഴിയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ കമ്മീഷൻ വഴിയുള്ള എവിഡൻസിൻ്റെ ഒരു ഡ്രോബാക്ക് ശങ്കരൻ നായർ സഫർ ചെയ്യേണ്ടി വരും. കമ്മീഷൻ വഴി എവിഡൻസ് എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഹാൻഡിക്യാപ്പ്, കമ്മീഷൻ വഴി വിറ്റ്നസ് എടുത്ത് ഡോക്യുമെൻ്റ് ചെയ്ത് കോടതിയിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കോടതിക്കോ ജൂറിക്കോ വിറ്റ്നസിനെ നേരിട്ട് കാണുവാനോ അവരുടെ എക്സ്പ്രഷൻസും ബോഡി ലാംഗ്വേജും ഒന്നും മനസ്സിലാക്കുവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു മിസ്ഇൻ്റർപ്രിട്ടേഷനുള്ള ഒരു ചാൻസ് എപ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ അതെന്തായാലും നായരുടെ തന്നെ ചോയ്സ് ആയിരുന്നു. അത് എന്തായാലും അദ്ദേഹം ഫേസ് ചെയ്തേ മതിയാകും. 1924 ഏപ്രിൽ 30 ഈ കേസിൻ്റെ പ്രൊസീഡിങ്സ് കിങ്സ് കോർട്ടിൽ ആരംഭിക്കുന്നത്. ശങ്കരൻ നായർ പത്നി സമേതം ഇംഗ്ലണ്ടിൽ എത്തിക്കഴിഞ്ഞു. കേസ് നടക്കുന്ന കാലത്ത് താമസിക്കുവാനായി കോടതിയിൽ നിന്ന് വളരെ അകലെ അല്ലാതെ ഒരു വീട് അദ്ദേഹം വാടകയ്ക്ക് എടുത്തിരുന്നു. അവിടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഏപ്രിൽ 30 രാവിലെ 10 മണിക്കാണ് കോടതി പ്രൊസീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശങ്കരൻ നായർ തൻ്റെ പത്നിയുമായി കോടതിയിൽ എത്തിക്കഴിഞ്ഞു. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മകനും മരുമകനും എല്ലാം അദ്ദേഹത്തോട് ജോയിൻ ചെയ്യുന്നുണ്ട്. എന്തായാലും കോടതി എത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അവിടെ ഹാജരാണ്. വാദിഭാഗം അഭിഭാഷകനുമുണ്ട്. മൈക്കൽ ഒഡയറും എത്തിക്കഴിഞ്ഞു. അധികം താമസിയാതെ 12 അംഗ ജൂറി അവരുടെ സീറ്റിൽ ഉപവിഷ്ടരായി. കൃത്യം 10 മണിക്ക് ജഡ്ജ് ഹെൻറി മക്കാഡി തൻ്റെ സീറ്റിൽ ഉപവിഷ്ടനായി. കോർട്ട് പ്രൊസീഡിങ്സ് ആരംഭിച്ചു. വാദിഭാഗം വക്കീലും പ്രതിഭാഗം വക്കീലും രണ്ടുപേരും തങ്ങളുടെ കേസിനെ കുറിച്ച് ഒരു ബ്രീഫ് സബ്മിഷൻ നടത്തുന്നു. സർ നായരുടെ അഭിഭാഷകൻ സബ്മിഷൻസ് നടത്തിയ ഉടൻ തന്നെ അതിനുശേഷം എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ജഡ്ജ് മക്കാഡി ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു സജഷൻ കണക്ക് ജൂറിക്ക് മുന്നിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എറിഞ്ഞു കൊടുക്കുന്നു. അതിങ്ങനെയായിരുന്നു: നമ്മൾ ഒരു ഉദ്യോഗസ്ഥൻ ഒരു പർട്ടിക്കുലർ ടൈമിൽ എടുക്കുന്ന നടപടി നമ്മൾ പിൽക്കാലത്ത് നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ തെറ്റാണെന്ന് തോന്നാം. പക്ഷേ ഈ നടപടി ആ നടപടി എടുക്കുന്ന സമയത്ത് അതുതന്നെയായിരിക്കും അതിലെ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ. അങ്ങനെയാണെങ്കിൽ
ഈ റെജിനാൾഡ് ഡയറിന്റെ ആക്ഷൻ എങ്ങനെ തെറ്റാണെന്ന് പറയാൻ പറ്റും? ഈ ചോദ്യം അക്ഷരാർത്ഥത്തിൽ സർ നായരുടെ അഭിഭാഷകനെയും സർ നായരെയും അമ്പരപ്പിച്ചു കളഞ്ഞു. കാരണം ആ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഉദ്ദേശം അത് വളരെ വ്യക്തമായിരുന്നു. അതായത് എനിക്ക് വേണ്ടത് ഇങ്ങനെ ഒരു വെർഡിക്റ്റ് ആണ് എന്നായിരുന്നു ജഡ്ജി സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ജൂറിയിലെ മെമ്പേഴ്സിന്റെ അഭിപ്രായം തനിക്ക് അനുകൂലമായി, അതായത് മൈക്കൽ ഒഡയറിന് അനുകൂലമായി ക്യാൻവാസ് ചെയ്യുക എന്നതായിരുന്നു ജഡ്ജി മക്കാർഡിയുടെ ഉദ്ദേശം. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ദിവസങ്ങളിലെല്ലാം, അതായത് 5 ആഴ്ചയോളം നീണ്ടുനിന്ന പ്രൊസീഡിങ്സിലെല്ലാം ജഡ്ജി മക്കാർഡി ആ കോടതിയിൽ നടത്തിയ നാടകം ജുഗുപ്സാവഹം എന്ന് നമുക്ക് പറയാം. ഏറ്റവും അൺഎത്തിക്കലും അൺജസ്റ്റിഫൈബിളുമായിട്ടുള്ള ഒരു പ്രൊസീഡിംഗ് ആണ് ജഡ്ജി മക്കാർഡി അവിടെ നടത്തിയത്. പല സജഷൻസും അദ്ദേഹം ജൂറിക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട്. പല സജഷൻസും പല ചോദ്യങ്ങളും അദ്ദേഹം സർ നായരുടെ അഭിഭാഷകനോട് ചോദിക്കുന്നുണ്ട്. അത് ഏകദേശം ഇങ്ങനെയൊക്കെയാണ്: ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ രക്ഷിക്കുവാനല്ലേ റെജിനാൾഡ് ഡയർ ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചത്? അത് സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ പഞ്ചാബിന്റെ സ്ഥിതി എന്താകുമായിരുന്നു? ഇന്ത്യയുടെ സ്ഥിതി എന്താകുമായിരുന്നു? ബ്രിട്ടീഷ് എംപയറിന്റെ സ്ഥിതി എന്താകുമായിരുന്നു? ഇത് അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമല്ലേ? മുട്ടിലെഴുപ്പിച്ചതും ചാട്ടക്കടിച്ചതും എല്ലാം ന്യായീകരിക്കാവുന്ന കാര്യങ്ങളല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള സജഷൻസ് കൊടുത്ത് ജൂറിയുടെ അഭിപ്രായം തങ്ങൾക്കനുകൂലമായി, അതായത് മൈക്കൽ ഒ ഡയറിന് അനുകൂലമായി ക്യാൻവാസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ജഡ്ജി മക്കാർഡിയുടെ ഉദ്ദേശം. ഏറ്റവും അത്ഭുതകരമായ സംഗതി, താൻ കണ്ടിട്ട് പോലുമില്ലാത്ത ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി അഭിപ്രായം പറയുക, ക്യാബിനറ്റിൽ നടന്ന ഡിസ്കഷനെ പറ്റി അഭിപ്രായം പറയുക, വിൻസ്റ്റൺ ചർച്ചിൽ തുടങ്ങിയവർ എക്സ്പ്രസ് ചെയ്ത എസ്പെഷ്യലി മൈക്കൽ ഒ ഡയറിനെതിരെയും ലോർഡ് ചെംസ്ഫോർഡിനെതിരെയൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾ, അതിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുക, ഗവൺമെന്റ് എടുത്ത ഡിസിഷൻസ്, അതായത് റെജിനാൾഡ് ഡയറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതും മൈക്കൽ ഒ ഡയറിനെ ട്രാൻസ്ഫർ ചെയ്തതിനുമൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരിക്കലും ഒരു ജഡ്ജിൽ നിന്ന് പ്രതീക്ഷിക്കുവാൻ പറ്റാത്ത പല കാര്യങ്ങളും അന്ന് കോടതിയിൽ അരങ്ങേറി. എന്തായാലും കോടതി പ്രൊസീഡിങ്സ് അവസാനിക്കുന്നു 5-5.5 ആഴ്ചയ്ക്ക് ശേഷം. ജൂറിയുടെ വെർഡിക്റ്റിന് വേണ്ടി ആ ദിവസം വന്നെത്തി. എന്തൊക്കെയാണ് ജൂറി തീരുമാനിക്കേണ്ടത് എന്ന് 3-4 ക്വസ്റ്റ്യൻസ് ജഡ്ജി ഫ്രെയിം ചെയ്യുന്നു. അതിനുശേഷം ജൂറിയുടെ ഡിസിഷൻ എടുക്കുവാനായി കോടതി പിരിയുന്നു. ഒരു ദിവസം വൈകുന്നേരം 3 മണിയോടുകൂടി കോടതി പിരിയുന്നു. ജൂറി അംഗങ്ങൾ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതിനു ശേഷം അവർ അവരുടേതായ ഡിസ്കഷനിൽ നടത്തുന്നു. ഒരു 2-3 മണിക്കൂറിന് ശേഷം പിന്നെയും കോടതി കൂടുന്നു. ജഡ്ജ് മക്കാർഡി ജൂറിയോട് ചോദിക്കുകയാണ്, എന്താണ് തീരുമാനം? ജൂറിയിലെ ഫോർമാൻ, അതായത് ഏറ്റവും സീനിയർ മെമ്പർ, അദ്ദേഹം ജഡ്ജിനോട് പറയുന്നു, ഇത് ഒരു സ്പ്ലിറ്റ് വെർഡിക്റ്റ് ആണ്, അതായത് യുനാനിമസ് ഡിസിഷൻ അല്ല എന്നാണ്. ഈ ഉത്തരം കേട്ടതോടുകൂടി ജഡ്ജ് മക്കാർഡി അക്ഷരാർത്ഥത്തിൽ ധരിച്ചിരുന്നു പോയി. കാരണം താൻ ഇതുവരെ ചെയ്തതെല്ലാം പാഴ്വേലയായി. ഒരു സ്പ്ലിറ്റ് വെർഡിക്റ്റ് വരികയാണെങ്കിൽ, ഒരു യുനാനിമസ് ഡിസിഷൻ ഇല്ല എങ്കിൽ പിന്നെയുള്ള ഒരേ ഒരു ഓപ്ഷൻ മിസ്ട്രയൽ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു പുതിയ ജഡ്ജിന്റെ മുന്നിൽ, ഒരു പുതിയ ജൂറിയുടെ മുന്നിൽ ഈ എൻ്റയർ പ്രൊസീഡിങ്സും ഒന്നുകൂടെ നടക്കണം. അതെന്തായാലും തനിക്കും അല്ലെങ്കിൽ താൻ നിൽക്കുന്ന ഭാഗത്തിനും ഹിതകരമാകില്ല എന്ന് ജഡ്ജി മക്കാർഡിക്ക് ഏകദേശം ഉറപ്പുണ്ടായിരുന്നു. അതെങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യണം. അയാളുടെ ബുദ്ധി ഉണർന്നു പ്രവർത്തിച്ചു. ഉടൻ തന്നെ അയാൾ രണ്ടാമതൊരു സജഷൻ രണ്ട് പാർട്ടിയുടെയും അഡ്വക്കേറ്റ്സിന് മുന്നിൽ സജസ്റ്റ് ചെയ്യുന്നു. ഒരു മെജോറിറ്റി ഡിസിഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുവാൻ തയ്യാറാണ്? ഈ ഒരു ചോദ്യം കേട്ടതോടെ 2 ഭാഗത്തെയും അഭിഭാഷകർ ഒന്ന് പുറകോട്ടായി. കാരണം ഒരു സ്പ്ലിറ്റ് വെർഡിക്റ്റ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആരുടെ ഭാഗത്താണ് മെജോറിറ്റി എന്ന് ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. എന്തായാലും ജഡ്ജ് മക്കാർഡിയുടെ കോടതിയിലെ പെർഫോമൻസ് കാരണം മിക്കവാറും തനിക്ക് അനുകൂലമാകാനാണ് ചാൻസ് എന്ന് മൈക്കൽ ഒ ഡയറിന്റെ അഭിഭാഷകനും അദ്ദേഹത്തിനും അറിയാമെങ്കിലും ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. തങ്ങൾക്ക് അനുകൂലമാകില്ല എന്ന് ഏകദേശം ശ്രീ ശങ്കരൻ നായർക്കും അദ്ദേഹത്തിന്റെ അഭിഭാഷകനും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്നൊരു ഉത്തരം പറയുവാൻ 2 പേർക്കും കഴിഞ്ഞില്ല. തങ്ങൾക്ക് സമയം വേണം, ക്ലയൻസുമായി ഡിസ്കസ് ചെയ്ത് പറയാം എന്ന് പറഞ്ഞതിന് ശേഷം കോടതി 2 പേർക്കും സമയം കൊടുക്കുന്നു. കോടതി അന്നത്തേക്ക് പിരിയുന്നു. ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തുവാനായി സർ നായർക്കോ അദ്ദേഹത്തിന്റെ അഭിഭാഷകനോ കഴിയുന്നില്ല. കാരണം ഇതിന്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺ സർ നായർ അദ്ദേഹത്തിന്റെ തലച്ചോറിൽ മനനം ചെയ്യുന്നുണ്ടായിരുന്നു. അൾട്ടിമേറ്റ്ലി അദ്ദേഹം എത്തിയ കൺക്ലൂഷൻ ഇങ്ങനെയാണ്: ഈ കേസ് എന്തായാലും ഒരു മിസ്ഡയറക്ഷന്റെ കേസാണ്. അതായത് ജഡ്ജി
ഇൻഫ്ലുവൻസ് ചെലുത്തി ജൂറിയുടെ ഒപ്പീനിയൻ ക്യാൻവാസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിന് മിസ്ഡയറക്ഷൻ എന്ന് പറയും. ആ ഒരു ഗ്രൗണ്ടിൽ തനിക്ക് അപ്പീൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. അവിടെ ഒന്നുകിൽ തനിക്ക് തന്നെ ആർഗ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല എമിനന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സിനെ വെച്ച് കേസ് ആർഗ്യൂ ചെയ്യാം. അതുകൊണ്ട് വേർഡിക്റ്റ് എന്തു തന്നെ ആയാലും വലിയ പ്രശ്നമില്ല എന്ന ഒരു ഒപ്പീനിയനും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും മെജോറിറ്റി വെർഡിക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് അദ്ദേഹത്തിന്റെ അഭിഭാഷകനും അദ്ദേഹത്തിന്റെ മകനും മരുമകനും ഒക്കെ എതിർക്കുന്നു. ഈ ഡിസ്കഷൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മെസ്സഞ്ചർ, അതായത് മൈക്കൽ ഒഡയറിന്റെ അഭിഭാഷകൻ അയച്ച ഒരു മെസ്സഞ്ചർ അവരെ കാണാൻ വരുന്നു. മൈക്കൽ ഒഡയറിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രപ്പോസലുമായിട്ടാണ് ആ മെസ്സഞ്ചർ വരുന്നത്. മൈക്കൽ ഒഡയറിന്റെ അഭിഭാഷകനും സർ നായരുടെ അഭിഭാഷകനും ഒരു മീറ്റിംഗ് നടത്തുന്നു. മൈക്കൽ ഒഡയറിന്റെ പ്രപ്പോസൽ ഇങ്ങനെയായിരുന്നു: മെജോറിറ്റി വെർഡിക്റ്റ് മൈക്കൽ ഒഡയറിന് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ 1000 പൗണ്ട്സ് ഡാമേജസ് ആയിട്ട് സർ ശങ്കരൻ നായർ കൊടുക്കണം, കൂടെ കോസ്റ്റും കൊടുക്കണം, ലിറ്റിഗേഷന്റെ കോസ്റ്റും കൊടുക്കണം. സർ ശങ്കരൻ നായർ അപ്പോളജി പറയേണ്ട ആവശ്യമില്ല, മാപ്പ് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പ്രപ്പോസൽ സർ ശങ്കരൻ നായരുടെ അഭിഭാഷകനോ അദ്ദേഹത്തിന്റെ മകനോ മരുമകനോ അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അവർ മിസ്ട്രയലിന് തന്നെ പോകണമെന്ന അഭിപ്രായക്കാരായിരുന്നു. പക്ഷേ സർ ശങ്കരൻ നായർ ചിന്തിച്ചത് മറിച്ചാണ്. ആൾറെഡി ഈ കേസ് 5-6 ആഴ്ച നടത്തി അദ്ദേഹം മെന്റലി ഫെഡപ്പായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മറ്റൊരു പ്രപ്പോസൽ വയ്ക്കുന്നു. ഈ കേസിന്റെ വിധി, അതായത് മെജോറിറ്റി വെർഡിക്റ്റ് മൈക്കൽ ഒഡയറിന് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ 500 പൗണ്ട്സ് സർ ശങ്കരൻ നായർ ഡാമേജസ് നൽകും, കോസ്റ്റ് ഒന്നും തരില്ല. പക്ഷേ അതിന്റെ വിധി അദ്ദേഹത്തിന് അനുകൂലമായിട്ട്, അതായത് സർ ശങ്കരൻ നായർക്ക് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ കോസ്റ്റ് മൈക്കൽ ഒഡയർ തരണം. മാത്രമല്ല മൈക്കൽ ഒഡയർ രാജ്യത്തോടും ക്യാബിനറ്റിനോടും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൊണ്ടേഗോവിനോടും അണ്ടർ കമ്മീഷനോടും എല്ലാത്തിനും ഉപരി പഞ്ചാബിൽ അവരുടെ അട്രോസിറ്റീസിന്റെ ദുരിതഫലങ്ങൾ അനുഭവിച്ച ജനങ്ങളോടും മാപ്പ് പറയണം. ഇതായിരുന്നു സർ ശങ്കരൻ നായരുടെ ഡിമാൻഡ്. അവിടെയും അദ്ദേഹത്തിന്റെ ദേശാഭിമാനവും രാജ്യത്തോടുള്ള കമ്മിറ്റ്മെന്റും പ്രകടിപ്പിക്കുകയായിരുന്നു. ഇതായിരുന്നു പ്രപ്പോസൽ. എന്തായാലും അടുത്ത ദിവസം ഈ 2 പ്രപ്പോസലും കോടതിയിൽ വയ്ക്കുന്നു. വെർഡിക്റ്റിന്റെ പൊസിഷൻ ജഡ്ജ് ജൂറിയോട് ചോദിക്കുന്നു. ജൂറി അത് ഡിസ്ക്ലോസ് ചെയ്യുന്നു. അത് 11:1 ആയിരുന്നു. 11 ഇൻ ഫേവർ ഓഫ് മൈക്കൽ ഒഡയർ, 1 ഇൻ ഫേവർ ഓഫ് സർ ശങ്കരൻ നായർ. ആ 1, അതായത് ആ മൈനോറിറ്റി ഒപ്പീനിയൻ കൊടുത്ത ജൂറി മെമ്പർ എമിനന്റ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ആയിരുന്ന, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ റീഡർ ആയിരുന്ന ഹരോൾഡ് ജെ ലാസ്കി ആയിരുന്നു. അദ്ദേഹം വളരെ റാഷണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് തന്റെ വേർഡിക്റ്റിൽ പറയുന്നത്. അദ്ദേഹം പറഞ്ഞതാണ് അതിൽ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള, ജുഡീഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ. അദ്ദേഹം പറയുന്നത് ഈ കേസിൽ ജഡ്ജ് ജൂറിയെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനായി ആക്റ്റീവായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദിസ് എ കേസ് ഓഫ് മിസ്ഡയറക്ഷൻ, സോ മിസ്ട്രയൽ ഈസ് ദ ഓൺലി ഓപ്ഷൻ. എന്തായാലും ഈ ജൂറിയുടെ വെർഡിക്റ്റിന്റെ പുറത്ത് കോടതി വിധി പാസ്സാക്കുന്നു. 500 പൗണ്ട്സ് ശങ്കരൻ നായർ ഡാമേജസ് കൊടുക്കുവാൻ കോടതി ഉത്തരവിടുന്നു. കൂടെ ലിറ്റിഗേഷൻ കോസ്റ്റും സർ ശങ്കരൻ നായർ കൊടുക്കണം. ആ സമയത്ത് മൈക്കൽ ഒഡയർ ഒരു ഓഫർ വയ്ക്കുന്നുണ്ട്. സർ ശങ്കരൻ നായർ അപ്പോളജി പറയുകയാണെങ്കിൽ ഈ കോമ്പൻസേഷൻ, അതായത് 500 പൗണ്ട്സ് തനിക്ക് തരേണ്ടതില്ല. പക്ഷേ സർ ശങ്കരൻ നായർക്ക് അതിന് മറുപടി പറയുവാൻ വലിയ സമയമൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഔട്ട്റൈറ്റ് ആയിട്ട് അത് റിജക്റ്റ് ചെയ്തു. അങ്ങനെ കേസിന് കൺക്ലൂഷനായി. ഈ കേസിൻ്റെ ട്രയൽ, അതിൻ്റെ പ്രൊസീഡിങ്സ് ഉടനീളം ശങ്കരൻ നായരെ സംബന്ധിച്ചിടത്തോളം വളരെ ടോർമെൻറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു പീഡനകാലം. അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു നിയമജ്ഞന് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല കോടതിയിൽ അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി അതിൻ്റെ വിധിയും. അദ്ദേഹം, ഇവിടെ നമ്മൾ ഓർക്കേണ്ട സംഗതി, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് നിയമത്തിലും നീതിന്യായ വ്യവസ്ഥയിലും അചഞ്ചലമായ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു ശങ്കരൻ നായർ. അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും ഈ കേസിൻ്റെ വിധി തനിക്കെതിരെ വരില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ കേസിൻ്റെ അൾട്ടിമേറ്റ് കാഷ്വാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഈ കേസിൻ്റെ പ്രൊസീഡിങ്സിൽ അരങ്ങേറിയ നാടകങ്ങളും അതിൻ്റെ അൾട്ടിമേറ്റ് വിധിയും അദ്ദേഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ പറ്റുന്നതായിരുന്നില്ല. അത് അൾട്ടിമേറ്റ്ലി അദ്ദേഹത്തിനെ അക്ഷരാർത്ഥത്തിൽ ഷാറ്റർ ചെയ്തു. കാരണം അവിടെ തകർന്നു വീഴുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൈഡോ ഈഗോയോ അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻ കൊണ്ടുണ്ടാവുന്ന കോൺസിക്വൻസോ ഒന്നും, അതിൽ നിന്നുണ്ടാവുന്ന മെൻ്റൽ സ്ട്രെസ്സോ ഒന്നുമല്ല. ആക്ച്വലി അവിടെ തകർന്നു വീഴുന്നത് ഇങ്ങനെയൊരു വ്യക്തിക്ക് നീതിന്യായ വ്യവസ്ഥയിൽ, നിയമവ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന വിശ്വാസമായിരുന്നു അവിടെ ഷാറ്റർ ചെയ്തു പോയത്. മാനസികമായി അദ്ദേഹത്തിന് അത് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. കേസ് കഴിഞ്ഞു. കോടതിയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഇതിന് അപ്പീൽ കൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതായത്
ജൂറിയെ ക്യാൻവാസ് ചെയ്യുന്നു, അത് മിസ്ഡയറക്ഷൻ എന്ന കൺസെപ്റ്റിനകത്ത് വരും, അതുകൊണ്ട് നമുക്ക് അത് വെച്ച് അപ്പീൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അതിന് സമ്മതിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഓർക്കുക, ഈ വെല്ലുവിളി ധൈര്യപൂർവ്വം ഏറ്റെടുത്ത ഒരു വ്യക്തിയായിരുന്നു ശങ്കരൻ നായർ. ഈ കേസിൽ ഉടനീളം അദ്ദേഹത്തിന്റെ ദൗർഭാഗ്യം വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആദ്യം കോടതിയിൽ നിന്ന് നോട്ടീസ് കിട്ടുന്നു, ഏറ്റവും മികച്ച അഭിഭാഷകനെ എൻഗേജ് ചെയ്യുന്നു, ആ അഭിഭാഷകൻ വിഡ്രോ ചെയ്യുന്നു. രണ്ടാമത്തെയും അഭിഭാഷകനെയും അദ്ദേഹം എൻഗേജ് ചെയ്യുന്നു, അതും ഏറ്റവും മികച്ച അഭിഭാഷകനായിരുന്നു, ഏറ്റവും നല്ല ട്രയൽ ലോയർ. ലാസ്റ്റ് മിനിറ്റിൽ ആ അഭിഭാഷകനും വിഡ്രോ ചെയ്യുന്നു. അവസാനം ഉള്ള സമയം കൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു അഭിഭാഷകനെയാണ് അദ്ദേഹം എൻഗേജ് ചെയ്യുന്നത്. അദ്ദേഹം ആ എൻഗേജ് ചെയ്ത അഭിഭാഷകൻ വളരെ മികച്ച ഒരു ട്രയൽ ലോയർ ആയിരുന്നില്ല. നല്ല അഭിഭാഷകനായിരുന്നെങ്കിലും മികച്ച ഒരു ട്രയൽ ലോയർ ആയിരുന്നില്ല. പക്ഷേ ആ പ്രശ്നം ശങ്കരൻ നായർ അലട്ടിയതേയില്ല. കാരണം ആ കേസിന്റെ മെറിറ്റിൽ ഒരു അഭിഭാഷകൻ, ഒരു നിയമജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അവഗാഹ പാണ്ഡിത്യം അദ്ദേഹത്തിന് പ്രോംപ്റ്റ് ചെയ്യുന്നത് ഈ കേസ് ഒരിക്കലും തനിക്കെതിരെ വരില്ല. കാരണം കേസ് നടക്കുന്നത് ഒരു ഇംഗ്ലീഷ് കോടതിയിലാണ്, കേൾക്കുന്നത് ഒരു ഇംഗ്ലീഷ് ജഡ്ജിയാണ്, ഒരു ഇംഗ്ലീഷ് ജൂറിയാണ്. ഒരിക്കലും തനിക്കെതിരെ വിധി വരുവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അദ്ദേഹം ധൈര്യപൂർവ്വം ആ കേസ് ഫേസ് ചെയ്യുന്നു. ശങ്കരൻ നായർ എന്തുകൊണ്ട് അപ്പീലിന് പോകുന്നില്ല എന്നുള്ളത് വളരെ പ്രസ്താവ്യമായ ഒരു കാര്യമാണ്. നമ്മളിവിടെ ഓർത്തിരിക്കുക, ഈ കേസിൻ്റെ ട്രയൽ അല്ലെങ്കിൽ പ്രൊസീഡിങ്സ് നടക്കുമ്പോൾ ശങ്കരൻ നായർക്ക് ഏകദേശം 66 വയസ്സ് കഴിഞ്ഞ് 67ലേക്ക് അടുക്കുകയാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിയുടെ മാനസിക നില നമുക്കപ്പോൾ ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. മദ്രാസ് ഹൈക്കോടതിയിൽ 1ാം നിരയിൽ നിന്ന് അഭിഭാഷകൻ, മികച്ച ഒരു ന്യായാധിപൻ, ഇന്ത്യക്കാരന് എത്താവുന്ന ഏറ്റവും വലിയ പൊസിഷനിൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വരെ എത്തിയ ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരാൾ ഒരു കോടതിയിൽ പ്രതിസ്ഥാനത്ത് നിന്ന് ഒരു കേസ് ഫേസ് ചെയ്യുക, മാത്രമല്ല ഇങ്ങനെയുള്ള നാടകങ്ങൾ അരങ്ങേറുന്ന ഒരു പ്രൊസീഡിങ്സ് ഫേസ് ചെയ്യുക, അതിൻ്റെ വിധിക്കായി കാത്തിരിക്കുക, അത് അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാൾക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അപ്പീൽ കൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല. കേസ് കഴിഞ്ഞ ഉടൻ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് അപ്പീൽ കൊടുത്താലോ എന്ന്. കാരണം ഇതിൽ മിസ്ഡയറക്ഷൻ്റെ ഇഷ്യൂ ഉണ്ട്. കാരണം ജഡ്ജി കേസിൻ്റെ വിധി തനിക്ക് അനുകൂലമായി അല്ലെങ്കിൽ തൻ്റെ ഒപ്പീനിയൻ അനുകൂലമായി ക്യാൻവാസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് എന്തിന്? കാരണം ഇനി പോയാലും ഇതുപോലെയുള്ള ജൂറിയിൽ ഇതുപോലൊരു ജഡ്ജിയുടെ മുന്നിൽ കേസ് കേൾക്കും, മറ്റൊരു 12 ഷോപ്പ് കീപ്പേഴ്സ് എന്നാണ് അദ്ദേഹം ഈ ജൂറിയെ വിശേഷിപ്പിക്കുന്നത്. അവർ ഈ കേസ് കേട്ട് ഇതുപോലെ തന്നെ ഒരു വിധി എഴുതും. അതായത് അദ്ദേഹത്തിന് നീതിന്യായ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന വിശ്വാസം അപ്പാടെ പോയി കഴിഞ്ഞു എന്നുള്ളതാണ് ആ സ്റ്റേറ്റ്മെന്റ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, അദ്ദേഹത്തിന് അഭിഭാഷകൻ ചോദിക്കുന്നത്, അപ്പോൾ താങ്കളുടെ റെപ്യൂട്ടേഷനോ? എൻ്റെ റെപ്യൂട്ടേഷൻ എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിക്കില്ല. ഇംഗ്ലണ്ടിന്റെ ചക്രവർത്തി വന്നെന്ന് കേസ് ഡിസൈഡ് ചെയ്താലും എൻ്റെ റെപ്യൂട്ടേഷന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ നിയമയുദ്ധത്തിൽ സാങ്കേതികമായി സർ ശങ്കരൻ നായർ പരാജയപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം ബ്രിട്ടീഷ് ഭരണകൂടം ജാലിയൻ വാലാബാഗിലും പഞ്ചാബിൻ്റെ മറ്റു ഭാഗങ്ങളിലും നടത്തിയ അതിക്രമങ്ങൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കേസിൻ്റെ വിചാരണയുടെ ഓരോ ദിവസവും അതിലെ ഡെവലപ്മെൻറ്റ്സ് ബ്രിട്ടീഷ് പത്രങ്ങൾ ലോകത്തിന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ബ്രിട്ടൻ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ജനതയ്ക്ക് ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ക്രൂരതകളെക്കുറിച്ച് അറിയുവാനും അവരെ ഇരുത്തി ചിന്തിപ്പിക്കുവാനും അത് സഹായിച്ചു. അങ്ങനെ ഇന്ത്യയുടെ നാഷണൽ മൂവ്മെൻറ്റിനെ, ദേശീയ പ്രസ്ഥാനത്തെ അത് കൂടുതൽ ശാക്തീകരിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ആ ദിവസങ്ങൾ ബ്രിട്ടൻ തലകുനിച്ചു നിന്ന ദിവസങ്ങളായിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടം മാത്രമല്ല, ബ്രിട്ടൻ ജനതയാകെ തലകുനിച്ചു നിന്ന ദിവസങ്ങൾ. അങ്ങനെ സർ ശങ്കരൻ നായർ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് നൽകിയ ഒരു വലിയ സംഭാവനയായി ഈ കേസിനെ നമുക്ക് കണക്കാക്കാം. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞു കാണുന്നില്ല. എന്തുകൊണ്ടോ സർ ശങ്കരൻ നായരെയും അദ്ദേഹം രാജ്യത്തിന് വലിയ സംഭാവനകളെയും മാറി മാറി വന്ന ഭരണകൂടങ്ങൾ പാർശ്വവൽക്കരിക്കുകയാണുണ്ടായത്. ഇനിയെങ്കിലും അത് ഒന്ന് അവർക്ക് മാറി ചിന്തിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് ആശിക്കുന്നു.